ഇത് ഇങ്ങോട്ട് ഇറക്കാതെ ഇവിടെ ലോക്കായി പോയത് ഞാൻ കണ്ടില്ല. ശരിയല്ല അവിടെ പോയിരിക്കും. അവിടെ വാപ്പയുണ്ടല്ലോ. എടാ നമ്മൾ ഇട്ടത് ചിന്നുപോയോ? അത് വെളുത്ത് കാണുമ്പോ തോന്നും, പക്ഷെ എടുത്ത് നോക്കിയേ കറക്റ്റാ. ഇത് അവിടെ നിർത്തി ചിലപ്പോ മാറിപ്പോയിട്ടില്ലേ? ഇല്ല, അത് ഇങ്ങനെ ഇരിക്കണോണ്ടാ. എന്റെ ഫോൺ ആപ്പിളെ കളിച്ച് കളിച്ച് ആക്കി കഴിവുള്ള ഹലോ, ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ വ്ളോഗ് ഇടുന്നതെന്നുള്ളത്. എൻ്റെ കാലിൽ ചെറിയൊരു പരിക്ക് പറ്റിയതുകൊണ്ട് ഇന്നാട്ടോ ആ ഒരു വ്ളോഗ് ഇടാൻ പറ്റിയത്. സാധാരണ ഞാൻ പെരുന്നാളിൻ്റെ ഉച്ചക്കാലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോവാറ്. പക്ഷേ ഇത്തവണ ഞാൻ നേരത്തെ എത്തി. എൻ്റെ ഉപ്പിച്ച് 2 ദിവസം മുമ്പ് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അനിയത്തിൻ്റെ പുതുപെരുന്നാളാണ്, അപ്പോൾ നിങ്ങളും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ കൂടിയിട്ട് വൈകുന്നേരം വരാമെന്നൊക്കെ പറഞ്ഞ് വച്ചു. പക്ഷേ എൻ്റെ കാലെന്നെ ചതച്ചു കേട്ടോ. കാല് ഏകദേശം ഒരു നോമ്പ് പകുതിയായപ്പോൾ ഞാൻ വീണ് പരിക്ക് പറ്റിയതാണെങ്കിലും വച്ചുകൊണ്ടിരുന്ന് ഇപ്പോൾ നല്ല ഒരു രീതിയിലായിട്ടുണ്ട്. ഇത് തലേന്നത്തെ ആ ഒരു വ്ളോഗാണ്. കാലിൻ്റെ അവസ്ഥ ഇതാട്ടോ, കെട്ടിയൊക്കെ വച്ചേക്കാണ്. അപ്പോൾ കാല് ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ അനിയത്തിയാണ് ഇത്തവണ നഖത്തിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടിരുന്നത്. പിന്നെ തലേന്ന് രാത്രി ഏകദേശം ഒരു 11:30-12 മണിയായപ്പോഴാണ് അനിയത്തിയും ഹസ്ബൻഡും കൂടിയിട്ട് ആ ഒരു വളയും ചെരുപ്പൊക്കെ അവൾക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ അവൾ ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ മൈലാഞ്ചി ഇടിക്കുന്ന പരിപാടിയിലാട്ടോ അവളെ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൾ ഉറങ്ങി കിട്ടണമല്ലോ. എൻ്റെ മോൾ ഉറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് 1:30-2 മണിയൊക്കെയാണ്. തൊട്ടപ്പുറത്ത് എൻ്റെ ഉമ്മിച്ചി കിടക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മിച്ചിക്ക് ഡിസ്റ്റർബ് ഇല്ലാത്ത രീതിയിൽ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാനും എൻ്റെ അനിയത്തിയാണ്. അവളാട്ടോ എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്. ഇവൾക്ക് വേണ്ടി പണ്ട് ഒരുപാട് ഞാൻ ഉറക്കമൊഴിഞ്ഞിരുന്ന് കയ്യിലും കാലിലും അതും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിറച്ച് വേണം അവൾക്ക്. അതുപോലെ ഉറക്കമൊഴിഞ്ഞിരുന്ന് അവൾക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ആളാട്ടോ ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അവളും ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ 2 ആൺകുട്ടികളായതുകൊണ്ട് ഇതുപോലെ മൈലാഞ്ചിയൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് 2 പേരുടെയും കയ്യിൽ പേരെഴുതി കൊടുക്കും. ചിലപ്പോഴൊക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. 2ാമത്തെ ആൾക്ക് ഇഷ്ടമായിരുന്നു എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിനല്ല, അതായത് മോളെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു ടൈം വരെ അവർ നല്ല രീതിയിൽ എനിക്ക് സഹകരിച്ച് തരുമായിരുന്നു കേട്ടോ മൈലാഞ്ചിടാനായിട്ട്. അപ്പോൾ അത് ഏകദേശം ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എൻ്റെ മോളുടെ കാലിലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മൈലാഞ്ചിടാനായിട്ട് അത്ര എക്സ്പേർട്ടൊന്നുമല്ല. പണ്ടൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അതും എൻ്റെ അനിയത്തി പറഞ്ഞു കേട്ടോ. അവളുടെ കയ്യിലും കാലിലും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇട്ടിട്ട് ഞാൻ കുറച്ച് എക്സ്പേർട്ടായിട്ട് വന്നപ്പോഴേക്കും എൻ്റെ കല്യാണമായി. പിന്നെ കല്യാണത്തിന് ശേഷം എനിക്കങ്ങനെ ഞാൻ പോലും അങ്ങനെ മൈലാഞ്ചി ഇടലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിൽ എൻ്റെ വീട്ടിൽ നിൽക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഞാൻ പെരുന്നാളിന് പോലും മൈലാഞ്ചി ഇടുന്നത്. എല്ലാവർക്കും ഒരേ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ, അവളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ മൈലാഞ്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉമ്മിച്ച് പറയും, നിർത്തിപ്പോ കുറേ നേരമായി, എല്ലാവർക്കും കിടന്ന് ഉറങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഉമ്മിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അത് സ്ഥിരമുള്ള പരിപാടിയാണ്. ഞങ്ങളിങ്ങനെ ഉമ്മിച്ച് പറയണ പോലെ പാതിരാക്കോഴികളായിട്ട് നട്ടപ്പാതിര വരെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ടായിരിക്കും മൈലാഞ്ചിടലും എന്ത് പരിപാടിയാണെങ്കിലും ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ 2 പേരും. അപ്പോൾ ഉമ്മിച്ച് എപ്പോഴും അന്നും പറയും ഇന്നും പറയും, പോയി കിടന്നുറങ്ങുന്നുള്ളത്. പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡാക്കാറൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാട്ടാ ഇത്തവണ അവളെ വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ മോളുടെ കയ്യിലും കാലിലൊക്കെ ഇട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനൊക്കെയാണ്. അപ്പോൾ ഇത്രയും നേരം അവൾ നല്ല രീതിയിൽ കിടന്നുറങ്ങി ഒന്ന് സഹകരിച്ച് തന്നിരുന്നു. പക്ഷേ കൈ ഇടുന്ന സമയത്ത് നല്ല 8ൻ്റെ പണി എനിക്ക് കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെയും അവളുടെ നാത്തൂൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് എനിക്ക് ലൈസൻസ് ഉണ്ട്, പക്ഷേ വണ്ടി ഓടിക്കാറില്ല.
അവൾക്ക് ലൈസൻസ് കാറിൻ്റെ കിട്ടിയില്ല, പക്ഷെ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ചിരിക്കാൻ. ലൈസൻസ് കിട്ടിയോ നോക്ക്? സുർമിക്ക കാറിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല, വണ്ടിയുടെ ഉണ്ട്, സ്കൂട്ടിയുടെ ഉണ്ട്. വിത്ത് ഗിയർ അല്ല കേട്ടോ, വിത്തൗട്ട് ഗിയർ. നീ വിത്ത് ഗിയർ അല്ലേ? പിന്നെ ഞാനും കിട്ടത്തപ്പോ തൊന്നും നോക്കിയില്ലാന്ന്. സുർമി വിത്തൗട്ട് ഗിയറും ആണ്, കാറിൻ്റെ തൊട്ട് കിട്ടിയുമില്ല. ഒരു 5-6 പ്രാവശ്യം പോയി കുഞ്ചി പോന്നു. ഇത്രയും തൊട്ട് ഞാൻ വേറെ ആരെങ്കിലും കണ്ടിട്ടില്ലട്ടു. ഒരു മതിയിൽ ഇത്രയും മതിയില്ലേ? അപ്പടി അപ്പടി ഒന്നും ഇടരുത്. അപ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരുടെ വിശേഷങ്ങളും അവരെ കളിയാക്കി ഇവരെ കളിയാക്കിയൊക്കെ ഇരുന്ന് ഏകദേശം 2 കാലിൻ്റെ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലേക്കാട്ട് പോകുന്നത്. ആദ്യം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ സ്വന്തം ഒരു ഡിസൈനാണ് ഇടാന്ന് വിചാരിച്ചു. അത് അട്ടർ ഫ്ലോപ്പായിരുന്നു ഗൈസ്. ഇനി ഒരുപാടൊന്നും വേണ്ട, അത്ര നീളമുണ്ട്. പകുതി നിർത്തിക്കോ. എന്താ ഉദ്ദേശിക്കുന്നത്? മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുന്നു. പടരല്ലേ ഇങ്ങനെ ഒരു ആറ്റത്തൊരു കുരിപ്പ് കൂടിയിട്ടേര് നമ്മുടെ പണ്ടത്തെ ക്ലാസ് ഡിസൈനായി. അതില്ലാത്തൊരു കൈ ഉണ്ടായില്ല എനിക്ക്. ഏതിലൊരു കൈ നമ്മള് ഇവിടുന്ന് ഒരു കുരിപ്പെടുത്ത് ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുത്തും 2 പേര്, ഒരു കുത്തും 2 പേര്, അത് ഫുള്ള് ഫില്ലാക്കും. നീ ഓർക്കണ്ടതൊക്കെ? അത്ര അങ്ങനെ ഓർക്കാറില്ല. എൻ്റെ ഉറക്കമുള്ള പോയേക്കണത്, അതുകൊണ്ട് ഞാൻ അത്ര അങ്ങനെ ഓർക്കാറില്ല. ഞാനിപ്പോൾ ഈ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതെൻ്റെ സ്വന്തം ഡിസൈനാണ്. എനിക്ക് തന്നെ പിടിച്ചില്ല ഗൈസ്. അതുകൊണ്ട് ഞാനൊരു പേപ്പർ എടുത്ത് അത് അങ്ങ് തുടച്ചു കളഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ ഗൂഗിളിൽ നിന്നൊരു റഫറൻസ് പിക്ക് അങ്ങോട്ട് എടുത്തിട്ട് അത് നോക്കി അങ്ങോട്ട് വരക്കാൻ തുടങ്ങി. പക്ഷേ ആ ഒരു റഫറൻസ് പിക്ക് ഞാനിവിടെ കാണിക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, അതും ഇതുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സാമ്യം തോന്നുന്നൊന്നുമില്ല. എന്താണെങ്കിലും എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ഞാനിത് അങ്ങ് ഒപ്പിച്ചിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നപ്പോഴല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത് രാവിലെ എണീറ്റ് ചുമന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും മോൾക്ക് കാണുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ്, എക്സ്പ്രഷൻ, അത് അങ്ങനെയൊക്കെയുള്ള ചിന്തയിലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മുടെ 2ാമത്തെ കൈ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തകിടം പറഞ്ഞു. അപ്പോൾ വായോർന്ന് നടക്കുന്ന അങ്ങനെ കിട്ടുന്നു. പോയാ അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പുറത്തെ കയ്യിലെ മിൻ ഫാത്തിമ ഏസലിനെ ഇതുകൊണ്ട് അവസാനിപ്പിച്ചല്ലോ. ഞങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് പഠിച്ചേർന്നേ. അറിയില്ല, എനിക്കത്ര വിദ്യാഭ്യാസം ഇല്ലല്ലോടാ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മൊത്തം കളിക്കുന്നതാ. അതൊടിയേ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ അപ്പോഴേ ഗജാനോട് പറഞ്ഞുട്ടാ. കാലിൻ്റെ പോയി. ഗൈസ്, നമ്മുടെ മിൻ ഫാത്തിമ നല്ല ട്രാൻസ്ഫോർമേഷൻ കിടക്കണ കെട്ടിപ്പുണ്ടാവും. അങ്ങനെ ആ ഒരു കാട്ടിൽ തീരുമാനമായി. പിന്നെ ഞാനൊരു 3 മണിയോട് കൂടി എൻ്റെ കയ്യിലും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇതുപോലൊരു സംഭവം അവിടെ ഒപ്പിച്ചു. എന്നിട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ. കാര്യം കാലൊന്നും വയ്യ, എന്നാലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. രാവിലെ എണീറ്റപ്പോൾ ഇത്രയായിട്ടാണ് നമുക്ക് ചുമന്നിട്ടുണ്ടായത്. വേഗം ഞാൻ മോളുടെ കാലിൽ നോക്കിയപ്പോഴും അത്യാവശ്യം ചുമന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് വലിയ രീതിയിലൊന്നും ചുമന്നിട്ടുണ്ടായില്ല. ഇത് ഓർഗാനിക്കായിട്ടുള്ള മെഹന്തിയാണ്, അതുകൊണ്ടാണ് മോക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ അരച്ച മൈലാഞ്ചി ഇടാന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ അരച്ച മൈലാഞ്ചി കൊണ്ടുവന്ന കിറ്റ് കാണുന്നുണ്ടായില്ലായിരുന്നു ഗൈസ്.
ഇത് പിറ്റേന്ന് രാവിലെ, അതായത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പള്ളി പോകാനുള്ള ഒരുക്കങ്ങളാണ്. ഇത്തവണത്തെ പെരുന്നാൾക്കൂടി എൻ്റെ അനിയത്തിയുടെ വകയായിരുന്നു കേട്ടോ, എൻ്റെ മക്കൾക്ക്. അപ്പോൾ രണ്ടുപേരും പള്ളി പോകാനുള്ള തിടുക്കത്തിലാണ്. മോൾക്ക് പെരുന്നാൾക്കൂടി ഇട്ട് കൊടുത്തത് ഞാൻ തയ്പ്പിച്ചതാട്ടോ. എനിക്ക് മാച്ച് ചെയ്തിട്ടുള്ള രീതിയിലുള്ളൊരു ഫ്രോക്ക് ഞാൻ തുണിയെടുത്ത് തയ്പ്പിക്കായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നതാട്ടോ. അപ്പോൾ വേഗം അനിയത്തി വന്ന് രണ്ടുപേർക്കും സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായില്ലായിരുന്നു. സോ ഇവർ പള്ളിയിൽ പോയത് കൊച്ചാടൊപ്പമാണ്. എൻ്റെ ഉപ്പിച്ച് നേരത്തെ പള്ളിയിൽ പോകുന്ന ആളാണ്. അപ്പോൾ ആൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. കൊച്ചാന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് വെളുപ്പിന് ഇവിടുന്ന് എണീറ്റിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ മഹലിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ പോകുന്നത്. അപ്പോൾ രണ്ടുപേരും തല്ലെടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു നിൽക്കുന്നത്. എങ്ങനെയാണെങ്കിലും അവന്മാർക്കൊന്ന് തല്ലുപിടിക്കണം, അത് അവന്മാരുടെ ഒരു പ്രത്യേകതയാണ് ഗൈസ്. പിന്നെ അനിയൻ വന്നു. പിന്നെ അനിയനായിട്ടുള്ള ചെറിയൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പെരുന്നാളിന് സ്റ്റാറ്റസ് ഇട്ടത് ഇവർ 3 പേര് നിൽക്കുന്നതും എൻ്റെ മക്കൾ മാത്രമായിട്ട് നിൽക്കുന്ന ഫോട്ടോസാട്ടോ. അതല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡും പിള്ളേരായിട്ട് നിൽക്കുന്ന ഫോട്ടോയായിരിക്കും ഫസ്റ്റ് തന്നെ ഞാൻ സ്റ്റാറ്റസ് വയ്ക്കാറ്. ഇത്തവണ ഹസ്ബൻഡ് വെളുപ്പിന് തന്നെ പോയതുകൊണ്ട് അങ്ങനെ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും കൂടി ബുള്ളറ്റിൽ പോവാണ്. അപ്പോൾ ഇവിടെ ഒരാൾ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. ആളെ മാത്രം കൊണ്ടുപോകണില്ലല്ലോ. ആൾക്ക് ബൈക്കിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം വീട്ടിലങ്ങനെ അധികം ബൈക്കിലുള്ള സഞ്ചാരമില്ല, കൂടുതൽ കാറിൽ തന്നെയാണ് പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ബൈക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇത്തവണ പെരുന്നാളിനാണ് ഞാനും പിള്ളേരും വീട്ടിലായതുകൊണ്ട് ഞങ്ങളുടെ അരി വീട്ടിലോട്ട് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ആ ഒരു മഹലിൽ തന്നെ കൊടുക്കണം എന്നാണ് അവിടുത്തെ ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരമാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ മോളുടെ ഈ ഒരു ഡ്രസ്സും ഓർണമെൻറ്റ്സൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ പിറ്റേന്ന് ഇടുമ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ഫർ വീഡിയോ ആയിട്ട് ഇടാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ അതെല്ലാം എടുത്തു വെച്ചു. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കെട്ടിയും വന്നിട്ടോ. എൻ്റെ കെട്ടിയും വന്നതിന് ശേഷമാണ് മോളെ ഒരുക്കാനായിട്ട് നോക്കിയത്. പക്ഷെ അവൾ ഭയങ്കര അലമ്പായിരുന്നു. ചെരുപ്പ് ഇട്ട് കൊടുത്തപ്പോൾ ആൾക്ക് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് ഉപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ലോ മോഷനിൽ വരുന്നത് എൻ്റെ ഉപ്പിച്ചാണ്. പട്ടി എടുത്തുകൊണ്ട് പോകണോണ്ടാട്ടോ ചെരുപ്പും കൊണ്ട് അകത്തോട്ട് കയറിയത്. പിന്നെ കയ്യിലെ തൂക്കുപാത്രത്തിലുണ്ടായത് പായസമായിരുന്നു പള്ളിയിൽ ബാക്കി വന്നിട്ടുണ്ടായത്. പിന്നെ ഉപ്പിച്ച് അവൾക്ക് പെരുന്നാൾപ്പൊടി കൊടുത്തു. ആ ഒരു പെരുന്നാൾപ്പൊടി എനിക്ക് തന്നവൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ ഇത് വാങ്ങിച്ച് ഉപ്പിച്ചിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ആൾ പെരുന്നാളിൻ്റെ അന്ന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. ഡ്രസ്സ് ഇടിക്കാനോ വളയിടിക്കാനോ മാലടിക്കാനോ ഒന്നിനും ആൾ സമ്മതിക്കുന്നുണ്ടായില്ല. പിന്നെ ഒരു കണക്കിനാണ് അതെല്ലാം ഒന്ന് സെറ്റാക്കി ഇടിയിപ്പിച്ചത്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മോളും ഞാനും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് വീഡിയോ എന്നൊക്കെ ഉള്ളത്. ഇത്തവണ എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാനെടുത്ത ഡ്രസ്സ് കോമൺ കളറാണല്ലോ, മെറൂൺ കളറായതുകൊണ്ട് അതിനനുസരിച്ച് അവൾക്കും ഒരു ഫ്രോക്ക് അടിക്കാനായിട്ട് അവിടെ നിന്ന് തന്നെ മെറ്റീരിയൽ എടുത്തു തയ്ക്കാൻ കൊടുത്തു. അത് നമ്മൾ പ്ലാൻ ചെയ്ത് പോയതല്ല, പക്ഷേ കറക്റ്റായിട്ട് കിട്ടി. നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം മുട്ടക്കറിയും ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അതിന് മാച്ച് ചെയ്തിട്ടാണ് മോൾക്ക് വാങ്ങിച്ചിട്ടുള്ളത്. 1.5 മീറ്റർ ആണ് ആ ഒരു തുണി എടുത്തിട്ടുണ്ടായത്. ലൈനിങ്ങും എല്ലാം കൂടി ഒരു 450 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എന്ന് പറയുന്നത് 650. അപ്പോൾ എൻ്റെ ഡ്രസ്സ് മോളുടെ ഡ്രസ്സെല്ലാം എടുത്തിട്ടുള്ളത് ആലുവ ഷൗളി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ആദ്യമൊക്കെ ഈ ഒരു ഷൗളി എന്ന് പറഞ്ഞ ഷോപ്പിൽ മെറ്റീരിയൽസ് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായത്. ഇപ്പോൾ അവിടെ റെഡിമെയ്ഡും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് അവിടെ നിന്ന് റെഡിമെയ്ഡായിട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു കളറായതുകൊണ്ട് മാച്ച് ചെയ്ത് മോൾക്കും നല്ലൊരു മെറ്റീരിയൽ കിട്ടി. അപ്പോൾ എങ്ങനെയുണ്ട് മോളുടെ ആ ഒരു ഫ്രോക്ക് തയ്ച്ചേക്കുന്നത്? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ആദ്യമായിട്ടാണ് മോൾക്ക് ഇങ്ങനെ പുറത്ത് കൊടുത്തിട്ട് നമ്മൾ തയ്പ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല അടിപൊളി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അനിയത്തി മോൾക്ക് പെരുന്നാൾ പൈസ കൊടുക്കുകയാണ്. മോളുടെ ഡ്രസ്സ് ഫിറ്റായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം തയ്യൽ തുമ്പും അവർ ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ പുറത്ത് തയ്ക്കാൻ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. തയ്യൽ തുമ്പൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ ഇത് നല്ല രീതിയിൽ പിള്ളേർക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അനിയത്തിയും അനിയനും തമ്മിലുള്ള ഫോട്ടോഷൂട്ടാണ്. അവരുടെ ഫസ്റ്റ് പെരുന്നാളാട്ടോ, പുതുപെരുന്നാളാണ്. പിന്നെ ഞാനും എൻ്റെ അനിയത്തി വെയിലത്ത് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സിൻ്റെ കളറ് ഒരേ കളറായിട്ട് ഫീൽ ചെയ്യും കേട്ടോ, റെഡായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എൻ്റെ മെറൂണും അവളുടെ ചില്ലി റെഡും ആണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്തു, കപ്പിൾ ഫോട്ടോ എടുത്തു.
അങ്ങനെ ഞങ്ങളുടെ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു സൈഡിലുള്ള വോളായിരുന്നു ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്തത്. പിന്നെ ഇവന്മാരെയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര ടാസ്ക്കാണ്. ഇനി അടുത്തത് എൻ്റെ മോളുടെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അവളെ നിലത്ത് നിർത്തി ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് അവൾ സമ്മതിക്കുന്നുണ്ടായില്ല കേട്ടോ. ആൾക്ക് ഭയങ്കര വാശിയായിരുന്നു. അന്നത്തെ ദിവസം മൊത്തം പോക്കായിരുന്നു. പിന്നെ അവളെ വെച്ചിട്ട് തന്നെ ഞാനും അനിയത്തിയൊക്കെ കൂടി ഫോട്ടോ എടുത്തു. ഇത്തവണ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പെരുന്നാൾ പൈസ കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നു. കാരണം ഞാൻ പെരുന്നാളിന് ഇവിടെ, ഹസ്ബൻഡ് അവിടെയായിരുന്നു. ആൾ വെളുപ്പിനാണ് പോയെങ്കിലും ആ സമയത്ത് പെരുന്നാൾ പൈസ ഞാൻ വാങ്ങാറുമില്ല, ആൾ തരാറുമില്ല. കാരണം നമ്മൾ കുളിച്ച് ഫ്രഷായി ആൾ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് എനിക്ക് തരാറ്. അതാണ് എനിക്കും സന്തോഷം. അപ്പോൾ ഇത്തവണ ആൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നു, അപ്പോഴാണ് എനിക്ക് പെരുന്നാൾ പൈസ തന്നത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായത്. അനിയത്തിക്ക് അനിയൻ പെരുന്നാൾ പൈസ കൊടുക്കണ്ടില്ലല്ലോ, അതൊന്ന് കണ്ടോ കേട്ടോ, അടിപൊളിയാണ്. ഇത് ലിഫ്റ്റിക്ക് മേടിക്കും, ഇത് നാളെ എനിക്ക് ബസ്സിൽ പോയി, ഇത് പോണേക്ക് മൈലാഞ്ചി മേടിച്ചു. 5 സെന്റ് സ്ഥലം ഇത് നീ ഉപ്പച്ചിക്കും കൊടുത്തു. 10 വെച്ചെടുക്കാം, 10 രൂപ കൊടുത്തു. ഇത് നീ 5 സെന്റ് സ്ഥലവും നിന്റെ പേർക്ക് മേടിച്ചിട്ട് ബാക്കി നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ബാങ്കിൽ ഇട്ടോ, ഇൻവെസ്റ്റ് ചെയ്തോ. പലിശ കിട്ടും, പലിശ ആറാമാണ്, പക്ഷെ കുഴപ്പമില്ല, ഓക്കെ. ഞാൻ പോണ്. 500 കൊടുത്താ. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സിറ്റ് ഔട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കപ്പിൾസായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ കിട്ടലൊക്കെ കുറവാണ്. കാരണം ഏതെങ്കിലും പിള്ളേരുടെ ഇടയിൽ വന്നിട്ട് എന്തെങ്കിലും അലമ്പൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആദ്യം ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോ എടുത്തു, പിന്നെ ഞങ്ങൾ 2 കപ്പിളായിട്ട് എടുത്തു. അപ്പോൾ കപ്പിൾ ഫോട്ടോ ആയില്ലേ, അല്ല കപ്പിൾസ് ഫോട്ടോ ആയില്ലേ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അനിയൻ ഉപ്പിച്ചിക്ക് പെരുന്നാപ്പടി കൊടുത്താട്ടത്. പിന്നെ ഞങ്ങൾ ഉപ്പിച്ചിക്ക് മുണ്ട് വാങ്ങിച്ചത് കൊടുത്തിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ അന്ന് രാവിലെയാണ് കൊടുത്തത്, പെരുന്നാളിൻ്റെ അന്ന്. കാരണം ഇത്തവണ എന്താണെങ്കിലും ഉപ്പിച്ചി അനിയൻ്റെ പുതുപെരുന്നാളായതുകൊണ്ട് അവരുടെ ഡ്രസ്സാണ് ഇടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ കൊടുക്കാമെന്ന് വെച്ചു. ഞാൻ എൻ്റെ മോൾക്ക് പെരുന്നാപ്പടി എടുത്തിട്ട് അവൾ വാങ്ങിച്ചില്ല കേട്ടോ. കണ്ടോ, അവക്കടെ വെല്ലിക്കാക്ക കൊടുത്തപ്പോൾ അവൾ വാങ്ങിച്ചു. കണ്ടോ, അതാണ് ഇക്കാക്കന്മാരോടുള്ളൊരു സ്നേഹം, പ്രത്യേകത ആയിരിക്കും അവർക്ക്. പിന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ പെരുന്നാപ്പടി കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അവർക്ക് പെരുന്നാപ്പടി കൊടുത്ത് അവർക്കും സാധാരണ അവർ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നെല്ലാം ലേറ്റാണ്. പിന്നെ എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ ഒരു കണക്കിന് കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് നിൽക്കണത്. രണ്ടാമത്തെ ആൾ പെരുന്നാപ്പടി വാങ്ങിച്ചുകൊണ്ട് പോക്കാണ് കണ്ടത്. നിങ്ങൾ തന്നേക്ക് എന്നുള്ള മൈൻഡ് സെറ്റാണ് ആൾ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഫൈനലി എൻ്റെ ഉമ്മാക്ക് പെരുന്നാപ്പടി കൊടുത്തു. അങ്ങനെ ഉമ്മയുടെ ഉമ്മമ്പക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് അനിയൻ്റെ വക പെരുന്നാപ്പടി കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അനിയനും പെരുന്നാപ്പടിയൊക്കെ ഉമ്മച്ചിക്ക് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ കെട്ടിയവൻ വന്നവർക്കും പോയവർക്കൊക്കെ പെരുന്നാപ്പടി കൊടുത്തു. എല്ലാവർക്കും പെരുന്നാപ്പടിയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിച്ചിറങ്ങി വരുന്നത്. പിന്നെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ടോ. അപ്പോൾ എല്ലാവരും പോയപ്പോൾ ഞാനും കയറി കാറിലിരുന്നു. കാറിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ കാല് നീട്ടി വെക്കണമല്ലോ. അപ്പോൾ എന്നാലും ഞാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറി. പിന്നെ ടിന്നിങ് ആയിട്ടുള്ള എൻ്റെ മോളുടെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് നടന്നതാട്ടോ. നടത്തത്തിനൊരു അപാകത തോന്നിക്കാത്ത വിധത്തിൽ. എന്നിട്ടും കറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോയൊന്നും കിട്ടിയില്ല. വീഡിയോ എടുത്തത് എൻ്റെ അനിയത്തിയാണ്. അവൾ എന്നെ കുറച്ചെടുത്തിട്ട് ബാക്കി പിള്ളേരെയാണ് വീഡിയോ എടുത്തത്. പിന്നെ എങ്ങനെ ശരിയാവും ഗൈസ്. പിന്നെ അവളുടെ കുറച്ച് വീഡിയോ കിട്ടി. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് തോങ്ങിപ്പോയി എടുത്ത വീഡിയോസാട്ടോ. ഞാൻ എല്ലാവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോസൊന്നും എനിക്ക് അത്ര ഭംഗിയിൽ കിട്ടിയില്ല കേട്ടോ ഗൈസ്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മിച്ചി ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മിച്ചി അത് ബീഫ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന തിരച്ചിലാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ വീഡിയോ കൈ പിടിച്ചുകൊണ്ട് നിന്നു. പിന്നെ ഞാൻ നിർത്തി, കാരണം ബീഫ് കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചു. യെസ്, ഫൈനലി നമ്മൾ ബീഫ് കണ്ടെത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. പൊതുവേ എനിക്ക് ബീഫ് ബിരിയാണിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാനൊരു ചിക്കൻ ബിരിയാണി ലവറാണ്. ഞാനും അതെ, എൻ്റെ അനിയത്തിയും അതെ. പക്ഷേ എൻ്റെ ഉപ്പിച്ചിയാണെങ്കിലും ഉമ്മിച്ചിയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡും അനിയത്തിയുടെ ഹസ്ബൻഡൊക്കെ ബീഫിൻ്റെ ആൾക്കാരാണ്.
അപ്പോൾ എല്ലാവരും അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സാലഡ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നല്ലൊരു അടിപൊളി പെരുന്നാൾ ഊണ് അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായുള്ളൂ ഞങ്ങളുടെ വീട്ടിലെ ഈ ഒരു പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. പിന്നെ കപ്പങ്ങ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ. ഉമ്മിച്ചി സാലഡിന് അരിയുന്നത് നല്ല ടേസ്റ്റാട്ടോ. കുരുകുരൂന്ന് ഭയങ്കര ക്ഷമയിലിരുന്നരിയും. എനിക്കിപ്പോൾ പിള്ളേരൊക്കെ അയക്കാനിപ്പോൾ അങ്ങനത്തെ ക്ഷമയോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങോട്ട് വെട്ടിക്കൂട്ടിയോണ്ടിടും. അതാണ് എൻ്റെ സാലഡ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ അനിയനും അനിയത്തിയും അവരുടെ, അതായത് അനിയൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോവാണ്. മൂവാറ്റുപുഴയാണ് വീട്. അപ്പോൾ അവർ അങ്ങോട്ടുള്ള യാത്രയിലാട്ടോ. അപ്പോൾ അവർ പോകണം കണ്ടിട്ട് എൻ്റെ മോൾക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു നിൽപ്പാണ്. ഇതിൻ്റെ ഇടയിൽ വിട്ടൊരു കാര്യമുണ്ട്. ഇതെൻ്റെ അനിയത്തിയുടെ നാത്തൂനാണ്, അതായത് അനിയൻ്റെ പെങ്ങൾ. അപ്പോൾ ആളും നേരത്തെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ നല്ല കമ്പനി ഭയങ്കര കേട്ടോ. നാത്തൂനും അടിപൊളിയാണ്. പിന്നെ ഏകദേശം അടുത്താണ് എൻ്റെ അനിയത്തിനെ കല്യാണം കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരാണ് മിക്കപ്പോഴും വീട്ടിലേക്ക് ഓടി വരാറ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് എയർപോർട്ടിൽ പോയപ്പോഴത്തെ ചെറിയൊരു ക്ലിപ്പിങ്ങാണ്. കണ്ടില്ലേ, ഈ ഒരു ഫോട്ടോസൊക്കെ ഞാനായിട്ട് എടുത്തു കൊടുത്തത്. ഞാനെടുത്തു കൊടുത്ത എല്ലാ ഫോട്ടോസും നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവളെടുത്തതാട്ടോ ഈ കാണുന്നത്. അവൾ ജസ്റ്റ് എന്നൊന്നും എടുക്കും, പിന്നെ പിള്ളേരെ എടുക്കും. അങ്ങനെ എനിക്കപ്പോൾ ഒരു മോമൻ ബേബി കോമ്പോയിലുള്ളൊരു ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ ഞാൻ എന്താ പറയുക കട്ട് ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ ഒരു ചെറിയൊരു ഷോട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാനും മോളും കൂടി ഇതേപോലെയുള്ള ഒരു ഷോട്ടും, നെക്സ്റ്റ് മോളുടെ ഡ്രസ്സ്, അവളുടെ ഓർണമെൻറ്റ്സ് അതെല്ലാം വെച്ചിട്ട് മോൾ റെഡി ആയിട്ടുള്ള ആ ഒരു ഇത്. ആ 2 ഷോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോളുടെ അൽഹംദുലില്ലാ ആ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ തന്നെ എടുത്തു. പിന്നെ കിട്ടിയ പിക്കൊക്കെ വെച്ചിട്ട് ഞാൻ ആ ഒരു ഷോട്ട്, അത് വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഞാനും മോളും ഇങ്ങനെ കൈ പിടിച്ച് നടന്നു തന്നെ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമായിരുന്നു. എവിടെ ഒന്നും നടന്നില്ല. ഞാൻ കുറേ കഷ്ടപ്പെട്ട് കാല് നടക്കണേൽ അപാകതയൊന്നും കാണിക്കാതെ നടന്ന് കഷ്ടപ്പെട്ടു എന്ന് മാത്രം. നല്ല രീതിയിലുള്ള വീഡിയോ ഒന്നും കിട്ടിയില്ല എനിക്കത്. പക്ഷേ കിട്ടിയ വീഡിയോയിൽ നിന്ന് ഞാനത് കട്ട് ചെയ്ത് ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 ഷോർട്സ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിയുടെ നാത്തൂൻ. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ഫോട്ടോഷൂട്ടിനായിട്ട് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇവരുടെ ഒരു കസിൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ എയർപോർട്ടിന് അങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് തന്നെ നമ്മളും വന്നത്. അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അടിപൊളി കപ്പിൾ ഫോട്ടോയും അതുപോലെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയൊക്കെ സൂപ്പറായിട്ട് എടുക്കാൻ പറ്റിയേനെ. ഇതിൻ്റെ ഇടയിൽ പിള്ളേർ കണ്ടില്ലേ, ആ ഒരു പൊക്കത്ത് പോയി നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ നമുക്ക് താഴെ നിന്ന് നോക്കുന്ന ടൈമിൽ അവിടെ വണ്ടികൾ പോകുന്നത് ഇവരുടെ അടുത്ത് കൂടെയൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അടുത്ത് കൂടെ അല്ല പോണത്, അവിടെ ഒരു കെട്ടുണ്ട്. പക്ഷെ പിള്ളേരുടെ കേസ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ രീതിയിലൊന്നും എനിക്ക് അങ്ങനെ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ സംഭവങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഫോട്ടോയും വീഡിയോയും അല്ലല്ലോ വലുത്, നമ്മുടെ മക്കൾ ഏത് വഴിക്ക് പോകണു അവരുടെ ആ ഒരു ഇതാണല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോട്ടോക്കൊക്കെ നിൽക്കുമ്പോഴും എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. കാരണം അവർ ഇപ്പുറത്തെ റോഡിലേക്കോ അപ്പുറത്തെ റോഡിലേക്കോ ചാടേണ്ടതാണ്. ഇവന്മാർ 2 പേരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വൈബാണ്. തല്ല് പിടിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എന്നാലും 2 പേർക്കും കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 3 പേര് നിൽക്കുന്ന ഈ ഒരു ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് വെച്ചപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടോ, നിങ്ങൾ പറഞ്ഞൊപ്പിച്ച് കളർ കോഡല്ലേ എന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞൊപ്പിച്ചെടുത്ത കളർ കോഡൊന്നും അല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സും ഇത്തവണ ഫുള്ളൊരു റെഡുമായിരുന്നു. എന്നാൽ എല്ലാവരും വെവ്വേറെ ഷോപ്പിൽ നിന്നാണ് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ 2 ഷോർട്സില്ലേ, അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.
ഹുസ്നുൽ ജമാൽ പൂവിന് കസവൊളിയും പെണ്ണിന്നെ കിസ പറയാൻ കൂട്ടിനുണ്ടൊരു തെളിനൂറ് കഥയിതിലി സുമുറയാമാ തോഴൻ ബദറുൽ മുനീർ മഹിൽ മഹാസേ